നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയാൾ എന്താ കയ്യിലെടുത്തത്? നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അത് ഈ സീറ്റിന് എന്തോ ഇളക്കമുണ്ട്, അതൊന്ന് ശരിയാക്കുക. ശരി ശരി, വേഗം ആയിക്കോട്ടെ. ഈ കുട്ടികള്, സൈലൻസ് പ്ലീസ്. നിങ്ങൾ എന്താ കുട്ടികൾ ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാതെ പെരുമാറുന്നത്? വഴക്ക് പറയണ്ട മിസ്, ഇതൊരു പ്ലഷർ ട്രിപ്പായിട്ട് അവരെ എൻജോയ് ചെയ്യട്ടെ. ആ ശരി. അതൊരു ബോംബാണല്ലോ. അയാൾ എന്തിനാ ബസ്സിൽ ബോംബ് വയ്ക്കുന്നത്? ഇതാ നകുൽ ഏർപ്പാടാക്കിയ ആളായിരിക്കും. മാളുവിനെ ഇല്ലാതാക്കാൻ അവൻ ചെയ്ത പ്ലാൻ ആയിരിക്കും. എന്റെ മോള്, അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ആ മാളു, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇത് മോളുടെ ഫസ്റ്റ് കോമ്പറ്റീഷനാ. നല്ല മിടുക്കി കുട്ടിയായി ടെൻഷൻ ഒന്നും കൂടാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ശരി അച്ഛാ. അതൊക്കെ എന്റെ മാളു ഭംഗിയായിട്ട് ചെയ്യും, അല്ലേ മാളു? ഓ, അതിനിവൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനല്ലേ പോകുന്നേ? എന്തൊരു ഷോ ഇത്! അയ്യോ, എന്റെ മോള് ആ ബസ്സിൽ വിടരുത്. മാളുവിന് അല്ലെങ്കിൽ സ്റ്റേജ് ഫെയർ ഒന്നുമില്ല. അവള് നന്നായി തന്നെ മത്സരിക്കും. നിങ്ങളൊക്കെ ഇതിനെ എന്തിനാ വലിയ കാര്യമാക്കുന്നേ? ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ പോരെ? അതെ, മാതാപിതാക്കളുടെ ഈ ഒരു ചിന്തയാണ് പിള്ളേരിൽ മത്സര ബുദ്ധി ഉണ്ടാക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും ഫസ്റ്റ് വാങ്ങണമെന്ന ചിന്തയല്ലേ കുട്ടികളിലേക്ക് മാതാപിതാക്കൾ എത്തിക്കുന്നത്? അതൊക്കെ അജിത്ത് ഇപ്പൊ പറയും. നാളെ അജിത്ത് ഒരു അച്ഛനായി കഴിയുമ്പോ കാണാം. എത്രയൊക്കെ ന്യായം പറഞ്ഞാലും കുഞ്ഞുങ്ങളുടെ ഒരു ചെറുതായാലും വിജയം കാണാൻ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കും. അതിന് അവരെ തെറ്റു പറയാൻ പറ്റില്ല. അതെ അതെ, നമ്മുടെ മക്കൾ ഒരു കാര്യത്തിൽ പങ്കെടുത്ത് വിജയിക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ഈ മത്സരത്തിന് ഫസ്റ്റ് വാങ്ങി. ആണോ? അങ്ങനെ ഫസ്റ്റ് ആയ എന്ത് സമ്മാന അച്ഛൻ മാളുവിന് വാങ്ങിത്തരേണ്ടത്? ഞാൻ പറഞ്ഞ അച്ഛൻ വാങ്ങിത്തരുവോ? പിന്നെന്താ, എന്താ സംശയം? എന്താ എന്റെ മാളുക്കുട്ടിക്ക് വേണ്ടത്? പറയട്ടെ? മാള് പറഞ്ഞോ, ഈ ചാൻസ് കളയണ്ട. ഞാൻ അച്ഛനോട് മാത്രമായിട്ട് പറയാം. പറ. ഞാൻ ഫസ്റ്റ് വാങ്ങിയാൽ അച്ഛൻ കിങ്ങിയെ കല്യാണം കഴിക്കൂ. എന്താ മഹിമാള് പറഞ്ഞത്? അതൊന്നും ആരോടും പറയാൻ പറ്റില്ല. ഓ, ഞാനും അച്ഛനും മാത്രം അറിയേണ്ട രഹസ്യം അത്, അല്ലേ അച്ഛാ? അതെ അതെ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും മഹിയേട്ടൻ ഗിഫ്റ്റ് തരുമ്പോ നമ്മളത് കാണുമല്ലോ, അല്ലേ ആന്റി? എന്റെ അച്ഛൻ എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത്. കിട്ടിക്കഴിയുമ്പോ ഞാൻ ശ്രേയെ കാണിക്കാം. എന്റെ കുഞ്ഞിനെ പറഞ്ഞയക്കരുത് മഹിയേട്ട, അത് അപകടമാണ്. ഗംഗേ, നീ എങ്കിലും ഒന്ന് കേക്ക്. എന്റെ മാളുവിന്റെ ജീവൻ അപകടത്തില. ആ ബസ്സിൽ എന്റെ കുഞ്ഞിനെ വിടരുത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോണെങ്കിൽ പോവാം. വേണ്ട, ഞങ്ങൾക്ക് കുറച്ചേരം ഇരുന്നാ മതി. ഒട്ടും ആശ്വാസം തോന്നുന്നില്ലേ? ഇല്ല,
ശരീരം തളരുന്ന പോലെ. തല ഉയർത്തിപ്പിടിക്കാൻ പോലും സാധിക്കുന്നില്ല. അതെ, ഈ അവസ്ഥയിൽ ഇനി യാത്ര ചെയ്യാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും? മോള് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഒരു വഴിയില്ല മഹേട്ട. ഈ അവസ്ഥയിൽ ഇനി പോണ്ടെന്ന് തീരുമാനിക്കാനേ സാധിക്കൂ. അയ്യോ, ഇനി യാത്ര ചെയ്താൽ ഞങ്ങൾ മരിച്ചു പോകും. അത്രയ്ക്ക് വയ്യ. ടീച്ചേഴ്സ് ഇല്ലാതെ ബസ്സിൽ പോകാൻ പെർമിഷനും ഇല്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? കുട്ടികൾ ഇത്രയും ആഗ്രഹിച്ച് ഇവിടം വരെ വന്നിട്ട് പോവാതിരുന്ന ടീച്ചേഴ്സ് ഇല്ലെങ്കിലും സാരമില്ല, പാരന്റ്സ് ആരെങ്കിലും കൂടെ ചെന്നാ മതി. ഈ അവസാന നിമിഷം ഇനി ആര് പോവാനാ? ഞാൻ പോവാം. നീ അതിനിതിലെ ഏത് കുട്ടിയുടെ പാരന്റാ? എന്റെ അമ്മയാ. മഹേട്ട, മാള് ഒരുപാട് ആഗ്രഹിച്ചതാ. അവൾ ഒത്തിരി കഷ്ടപ്പെട്ടതോ. പോവാൻ പറ്റിയില്ലെങ്കിൽ അത് മാളുവിന് വലിയ സങ്കടാവും. നമ്മുടെ മാളുവിനെ പോലെ തന്നെയല്ലേ മറ്റു കുട്ടികളും. മഹേട്ടൻ സമ്മതിച്ച മാളുവിന്റെ കൂടെ ഞാൻ പോവാം. അമ്മേ, ഗംഗ പറഞ്ഞാൽ ശരി. ആരെങ്കിലും കൂടെ പോയാൽ മതിയെങ്കിൽ ഗംഗ പോട്ടെ. കുട്ടികളുടെ മത്സരവും മുടങ്ങില്ലല്ലോ. വേണമെങ്കിൽ ഞാനും കൂടെ പോവാം. മഹേട്ടനോ? അത് പറ്റില്ല സർ. കുട്ടികൾക്കൊപ്പം ആരെങ്കിലും സ്ത്രീകൾ ഉണ്ടാവണമെന്ന നിയമം. വഴിയിൽ എന്തെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടായാൽ മാനേജ് ചെയ്യാൻ സ്ത്രീകളല്ലേ വേണ്ടത്. അതെന്ത് വേണേലും ഞാൻ നോക്കിക്കോളാം. മാളുവിന്റെയും ഈ കുഞ്ഞുങ്ങളുടെയും കഷ്ടപ്പാട് വെറുതെ ആവരുത്. എങ്കിൽ പിന്നെ രേഷ്മ കൂടി ഗംഗയ്ക്കൊപ്പം ചെല്ല്. ഞാൻ പോണോ? ആ, പോണം. നീ കൂടെ ചെല്ല്. ഗംഗ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം കൂടി മാനേജ് ചെയ്യുന്നേ. അതെ, നീ കൂടെ ചെല്ലു രേഷ്മേ. അപ്പൊ എങ്ങനെയാണോ എന്റെ കൂടെ വരുന്നത്? അതെ മാളു, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എന്റെ കൂടെ ഗംഗ ഉണ്ടാവണോന്ന്. വേണ്ട മാളു, മോള് പോണ്ട. ഇവരെ അപകടത്തിലേക്ക് പറഞ്ഞയക്കല്ലേ മഹേട്ട. എങ്കിൽ പിന്നെ സമയം കളയണ്ട. ഗംഗയും രേഷ്മയും വേഗം ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞങ്ങൾ ഇപ്പൊ തന്നെ സ്കൂളിൽ വിളിച്ച് ഇൻഫോം ചെയ്യാം. ശരി. ആ ബസ്സിൽ ബോംബുണ്ട്. ബസ് ഇവിടുന്ന് പുറപ്പെട്ട മാളു അടക്കം ബസ്സിലുള്ള എല്ലാവർക്കും ആപത്ത. എങ്ങനെയെങ്കിലും ബസ് ഇവിടുന്ന് പോകാതെ തടയണം. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ ബസ് പോകാതെ തടയും? എന്റെ മാളുവിനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.